സെന്റൻസ് നോക്കിക്കോളൂ. മകരസംക്രാന്തിയാം ദാതാരഃ ഭിക്ഷുഭ്യഃ അന്നാനി വസ്ത്രാണി ച യച്ഛന്തി. ഈ വാക്യത്തിൽ ക്രിയാപദം എന്ന് പറയുന്നത് യച്ഛന്തിയാണ്. യച്ഛന്തി എന്ന് പറയുമ്പോൾ യച്ച് ധാതു അല്ലെങ്കിൽ ദാ ധാതു, യച്ച് അല്ലെങ്കിൽ ദാ ധാതുവിനെ കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പരസ്മൈപതിയാണ്, ലട്ടാണ്, പ്രഥമ പുരുഷ ബഹുവചനം. ബാക്കി രൂപങ്ങൾ യച്ഛതി, യച്ഛതഃ, യച്ഛന്തി. അപ്പോൾ യച്ഛന്തി പിന്നെ കെ യച്ഛന്തി ആര് കൊടുക്കുന്നു? ദാതാരഹ യച്ഛന്തി. ദാതാരഹ എന്ന് പറഞ്ഞാൽ എന്താ? ദാതൃശബ്ദമാണ്. ദാതാ, ദാതാരവും, ദാതാരഹ. അപ്പോൾ ഇവിടെ ദാതാരഹ ബഹുവചനമല്ലേ? പ്രഥമ വിഭക്തി ബഹുവചനം. നിങ്ങൾ പിതൃശബ്ദം പഠിച്ചു, പിതാ, പിതരോ, പിതരഹ. അതുപോലെ ദാതാരഹ നൽകുന്ന, ദാനം ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ദാതാരഹ യച്ഛന്തി. കേഭ്യഃ യച്ഛന്തി ആർക്ക് കൊടുക്കുന്നു? ഭിക്ഷുഭ്യഃ. ഭിക്ഷു ശബ്ദം, ഭിക്ഷു ഭിക്ഷക്കാരെന്ന് പറയാം, സന്യാസി എന്ന് പറയാം. ഭിക്ഷുഭ്യഃ എന്താണ്? ചതുർത്ഥി ബഹുവചനമാണ്. ചതുർത്ഥി ബഹുവചനം. ഭിക്ഷുഭ്യ ഭിക്ഷുക്കൾക്കായിക്കൊണ്ട് എന്ത് കൊടുക്കുന്നു? അന്നാനി വസ്ത്രാണി ച. അന്നാനി വസ്ത്രാണി. അന്നം അന്നേ അന്നാനി. അന്നം അന്നേ അന്നാനിയും നൗംസകലിംഗമാണ്, പ്രഥമ വിഭക്തി. അതുപോലെ വസ്ത്രം, വസ്ത്രം, വസ്ത്രേ വസ്ത്രാണി. വസ്ത്രാണിയും നൗംസകലിംഗം. ഇവിടെ അന്നാനി ആഹാരവും വസ്ത്രങ്ങളും. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അന്ന നീ വന്നു, ഇവിടെ നീ വന്നു? നിങ്ങൾ പഠിച്ചതാണ്. അതായത് ഋ, ഋ, ഷ് എന്നിവ പരമായിട്ട് എന്നിവ ഒരു പദത്തിൽ വരികയാണെങ്കിൽ അവിടെയുള്ള നായായി മാറും. അത് നിങ്ങൾ പഠിച്ച കാര്യമാണ് സന്ധിയിൽ. വസ്ത്രാണിച്ച അന്നം, ആഹാരവും വസ്ത്രങ്ങളും. ച എന്താണ്? ഒരു അവ്യയമാണ്, ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ. ച യച്ഛന്തി. അപ്പോൾ ദാതാരഃ ഭിക്ഷുഭ്യഃ അന്നാനി വസ്ത്രാണി ച യച്ഛന്തി എന്ന കഥ എപ്പോൾ? മകരസംക്രാന്തിയാം. മകരസംക്രാന്തി നിങ്ങൾ കേട്ടിട്ടുണ്ട്. മകരസംക്രാന്തിയാം സപ്തമി ഏകവചനമാണ്. മകരസംക്രാന്തിയിൽ, ആ ദിവസത്തിൽ ദാതാരഃ ദാനം ചെയ്യുന്നവർ, ഭിക്ഷുഭ്യഃ അന്നാനി വസ്ത്രാണി ച യച്ഛന്തി എന്നാണ് അർത്ഥം. അതിൻ്റെ മലയാളത്തിൽ എഴുതിയിരുന്നു മകരസംക്രാന്തിയിൽ ദാനം ചെയ്യുന്നവർ യാചകർക്കായി അല്ലെങ്കിൽ സന്യാസിമാർക്കായി ആഹാരവും വസ്ത്രങ്ങളും നൽകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം.